ഇതെല്ലാവർക്കും ഇല്ലല്ലോ. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എല്ലാവരുടെ ഞാൻ 90% ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല. കുറച്ച് ശതമാനം ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പാലിനകത്ത് ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ പാല് കേടാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മള് എല്ലാവരെയും അങ്ങനെ പറയാൻ പാടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മെസ്സേജസ് എനിക്ക് വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നത്. അപ്പൊ അതിനർത്ഥം അതൊരു മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അത് പക്ഷെ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. അതാണ് നമ്മളൊരിക്കലും അല്ലെ ഒരു ഭയങ്കര ഒരുപാട് പേര് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഉണ്ട്. സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട്, കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു മൈനോറിറ്റിയാണ് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്ക് പോകണതിന് കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസയൊക്കെ ഉണ്ടാക്കും. അത് അത്രേ ഉള്ളൂ. ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം. അതിന് എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ. നമ്മുടെ ഇതിലല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം എന്ത് കിട്ടാനാ? എന്താ ഒന്നും ഇല്ല ബ്രോ. അത്രേ ഉള്ളൂ. അതാ നോക്ക്, മതം, ജാതി, കളറ്, രാജ്യം, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ചു വീണ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മനസ്സിലാവും? ഒരു 3-4 വയസ്സ് കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, ഒരു ചവിട്ടുകുട്ടിയുടെ ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി. കുട്ടീനെ 10 വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടുന്നത്. അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത്. ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ ആ കൊച്ചു കൊലച്ചു എന്നാ മനുഷ്യൻ കൊലയ്ക്കും. അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തുനിന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ എല്ലാവരുടെയും ബേസ്മെന്റ്, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളൂ. കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൈൻ ബ്രോയുടെ കരിയറിൽ ശത്രുക്കളായി മാറുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള സിനിമ എനിക്ക് ശത്രുക്കളില്ല. അല്ലെ, സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന എതിർപ്പുകൾ ഭാവിയിലെ സിനിമകളെ ഇനി എതിർപ്പുകളായിട്ട് വരുമെന്ന് വിശ്വസിക്കണോ? ഇല്ല, ഒരിക്കലും. ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എനിക്ക് നല്ലത് മാത്രമേ നടക്കാറുള്ളൂ. സത്യമായിട്ടും എനിക്ക് ആരോടും അതൊക്കെ അത് ഞാൻ പറഞ്ഞേ. കുറച്ച് പേര് നമ്മളെന്തിനാ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഈ സിനിമയിൽ പറയുന്നില്ലേ, ഇല്ല പറയട്ടെ, ഒരു കുറച്ച് പേര് ചെയ്തതിന് എന്തിനാണ് സമൂഹത്തെ പറയുന്ന പോലെയാണ്. കുറച്ച് പേര് ചെയ്യുന്നതിന് എന്തിനാ നമ്മള് ഓരോ ശത്രുക്കൾ നല്ല വലിയ നമുക്ക് അങ്ങനെ അഗേൻസ്റ്റ് അങ്ങനെ നമ്മൾ പറയണ്ട. എത്രയോ പേര് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതല്ലേ നമ്മൾ പറയണ്ട. നമ്മളതിന്റെ കുട്ടി കണ്ടത് ബിരിയാണി പറയുന്നുണ്ട്. അത് പറയുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തിയൊന്നും എനിക്കറിയില്ല, അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈനി സിനിമയിൽ പറഞ്ഞു എന്റെ പേരാണല്ലോ സാറേ വിഷയം എന്ന് റോണിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാഴത്തിൽ തെറ്റാണ്. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ ഷൈനൊരു പേടിയുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത് എന്താകും? പേടിയുണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. എന്റെ പേരാണ് പ്രശ്നം. അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. അതാണ് സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു. നമ്മളൊരു മതങ്ങളിൽ കൊള്ളുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാൻ ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിന്റെ പേര്, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിന് നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനി നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിന്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കണം, നമ്മൾ ജനിച്ചു വീണ മതത്തിന്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്? ഒരു സമൂഹത്തിന് പറയുന്നത് അത് ഓരോ സമൂഹത്തിനും. ഒരു സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അതായത് സിനിമയിൽ
ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് റെലവെന്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എവിടെ വേണമെങ്കിലും നീ പറഞ്ഞാൽ ഞാൻ അവിടെ ആളെ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യാൻ, ഒരു ദിവസത്തെ സ്റ്റേയൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അവൻ വേറെ അവനൊരു അത്യാവശ്യത്തിന് പോയതാണ്. അവിടെ വിഷയമായി, അവരുടെ വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ സ്വയമേ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവൾ മരണപ്പെട്ടതായിട്ട് കരുതിയിട്ട് ചടങ്ങൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ്റെ മതത്തിലേക്ക് നീ വാങ്ങുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നീ എന്താണോ, നീ ഇത്രയും നാൾ എങ്ങനെയാണോ നീ നിന്നത് അതുപോലെ തന്നെ നീ മുന്നോട്ട് പോയാൽ മതി. നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പോൾ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളാണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അയ്യപ്പൻ്റെ ഇതൊക്കെ ഇരുമുടിക്കെട്ടുമെല്ലാം അവളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ മതം, ജാതി അതൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഞാൻ കൂടുതലും സംസാരിക്കാത്തത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സെൻസറുകാർ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരും. എൻ്റെ വായിൽ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുസ്ലിം കല്യാണം കഴിച്ചപ്പോൾ ഈ പള്ളിക്കാരും പട്ടക്കാരും ഇറങ്ങി സ്റ്റേറ്റ് വന്നു എന്നാണ് എനിക്ക് സ്വയം തോന്നിയത്. അല്ല, അവർക്കും പ്രശ്നമല്ല. അവരെ കൊണ്ട് അവര് പറയുന്നുണ്ടല്ലോ, ഒരു സീൻ പറയുന്നുണ്ട്, ഇവിടെ നിന്നോട്ട് വന്നോട്ടോ പ്രശ്നമില്ല, ഇവിടെ നമ്മോട്ട് പോകുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത്. അത് അവരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, എല്ലാ ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. എല്ലാ കമ്മ്യൂണിറ്റിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിലൊരു സീൻ കാണിച്ചിട്ടുണ്ട്, ഒരു പള്ളി സീൻ. ആ സിനിമ ഉള്ളവർക്കറിയാം. അതിലെങ്ങോട്ട് വരുന്നത് എന്താ, ഞങ്ങൾ കാണിച്ചെന്നത് കറക്റ്റായി മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ. ഇതിൽ ആര് തെറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ മതക്കാർക്കും ഇങ്ങോട്ട് വരണം. ഈ മതക്കാർ ചിന്തിക്കേണ്ട ദൈവം ഒരിക്കലും ആളെ കൂട്ടിത്തരാൻ ഇതൊരു മറ്റേ ആ മണി ചെയിൻ പരിപാടി ഒന്നല്ല. ഒന്നാമത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ സൗകര്യം കൊടുക്കണ്ടേ. എന്തോരം പരിപാടി ചെയ്തോ, ഇത്രയും പേര് പ്ലാൻ ആക്കിയിട്ടുണ്ടാവും. ഒന്നാമതേ ഇതിൽ ഭയങ്കര സ്ത്രീ വിരുദ്ധത ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും നമ്മൾ പ്രണയവിവാഹങ്ങളിലും മനസ്സിലാവും, പെൺകുട്ടിയാണ് അവരുടെ വീടും കുടുംബമൊക്കെ വിട്ടു വരുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആണിൻ്റെ മതത്തിലോട്ട് മാറാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒരുവിധം നിങ്ങൾ മുസ്ലിം പ്രണയത്തിനാണെങ്കിൽ ശരി, വേറെ മതത്തിനുള്ള പെൺകുട്ടിയാണെങ്കിൽ മുസ്ലിം, അതായത് ആണ് എല്ലാ സൗകര്യത്തോടും കൂടി അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉമ്മയുടെയും അപ്പാടെയും കൂടെ ജീവിക്കുമ്പോഴും പെണ്ണ് അവളുടെ വിശ്വാസവും വീടും എല്ലാം വിട്ടു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അത് മാറണം എന്നതാണ് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അത് സിനിമയിൽ പറയുന്നുണ്ട്, ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അത് വേറെ അങ്ങനെ മാറി ഈ വീട്ടിൽ വന്നാൽ പോലും ഭർത്താവിന്റെ വീട്ടുകാർ ഉറങ്ങി, ഭർത്താവ് ഉറങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് കൃഷ്ണനെയും കുരിശും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതായത് അവരെ ഉപഭോഗ മനസ്സ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടും ഒരു കപടമായിട്ടുള്ള മതമാറ്റം മാത്രം നടക്കുന്നുള്ളൂ. 90% മതം മാറി വരും. യഥാർത്ഥ വിശ്വാസത്തിലും ആധാർ കാർഡിൽ പോലും പേര് മാറ്റിയിട്ടില്ല. അത് ആ മത സംഘടന കൊടുത്ത പേര് നോർമലായിട്ട് സ്വീകരിക്കും. ഉള്ളിലും രേഖകളിലും അവർ പഴയ പേര് തന്നെ ആയിരിക്കും. 90% പേര് ചെക്ക് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു കാപട്യം നടന്ന സ്നേഹം, ആ കാപട്യത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകവും ജയിലിലടക്കലും കേസും ഒരു സമുദായത്തിന് മൊത്തം കുറ്റം പറച്ചിൽ എന്തിന്? ഈ സമുദായം കുറ്റം കേൾക്കുന്നു പറഞ്ഞപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇസ്ലാം മതവും മനസ്സിലാക്കണം, അവര് സ്വീകരിക്കരുത്. കുറച്ച് ഭയങ്കര ഓവർ പൊളിറ്റിക്സ് ആയിപ്പോയി. ഈ സിനിമയുടെ മൊത്തം കണ്ടന്റ് നിലപാട് എന്ന് പറഞ്ഞ സോങ്ങിലുണ്ട്. എന്താണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ജാതിയും മതവും എല്ലാം വിട്ടിട്ട് നമ്മൾ ഒന്നിക്കുക എന്ന് പറയുന്ന അത് നന്ദഗോപൻ ഏറ്റവും ഭംഗിയായിട്ട്
നമ്മളോട്ട് എത്തിച്ചിട്ടുണ്ട്. ആ സോങ്ങിൻ്റെ വരികൾ കട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് വൈകിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അതും കൂടെ ആവാം. ഈ സിനിമ കുറെ കാലം മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ ആവശ്യമായിരുന്നു ഡയറക്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇല്ല, അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആകർഷകർക്ക് വേറൊരു പടം വന്നതൊക്കെ. പിന്നെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ ഒരു പക്ക ഹ്യൂമർ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറി റഫീഖും ഞാനും കൂടെ ഈ സബ്ജക്റ്റിൽ ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആ ബേസിക് കഥയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് സിനിമയുടെ രൂപം ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ അന്ന് പുള്ളിക്ക് വേറെ പടം പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ പറ്റാതെ പോയി. റോണിച്ചേട്ടാ നമ്മുടെ മലയാള സിനിമയിൽ പണ്ട് ഓരോ സിനിമകളിൽ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുത്താൽ മാത്രമേ മുസ്ലിമാനാകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നതാടേക്ക് സത്യക്രിസ്ത്യാനി ചോദിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പോൾ വരുമ്പോഴാണെങ്കിൽ ചില പേരുകൾ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ മുസ്ലിമിന്റെ ബൈക്കിൽ ഹിന്ദു കയറിയതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി മാത്രമായിട്ട് സിനിമയെ വളച്ചൊടിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റുന്ന ഒരു ഭയം വരുന്നുണ്ടോ? കാരണം ചേട്ടാ ഒരുപാട് വർഷമായി ഈ കൂടുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആരാളും എക്സ്പീരിയൻസ്. എടാ, അതിനല്ലേ സെൻസർ ബോർഡും മാധ്യമങ്ങളൊക്കെ അതിനോട് നമ്മളോടൊപ്പമുള്ള ഒരു അനുകൂലമായ നിലപാടെടുത്തുകൊണ്ടല്ലേ ഇപ്പൊ ഈ സിനിമ പുറത്തിറങ്ങിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊരു പരിധി കൂടുതൽ ആർക്കും കൈവയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സിനിമ ഇന്നലെ പുറത്തിറങ്ങാൻ കാരണം. അതിന് അനുകൂലമായിട്ട് നമ്മൾ ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെയുണ്ട്. അപ്പോൾ ജഡ്ജിമാരുണ്ട്. അപ്പോൾ അവിടെയും ജസ്റ്റിസ് നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് ഇപ്പൊ അവരൊക്കെ കണ്ടതല്ലേ, ഹൈക്കോർട്ടിലുള്ള ജഡ്ജസ് ഉൾപ്പെടെ കണ്ടിട്ടാണല്ലോ അതിന് അനുകൂലമായ നിലപാടെടുത്തത്. ഇപ്പോൾ എനിക്ക് ചോദ്യത്തിന് ഉത്തരമായി തോന്നുന്നുണ്ട്. നായികയോടുള്ള ചോദ്യമാണ് സിനിമയെ കുറിച്ചാണ്. നായികയോട് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും റൊമാൻറ്റിക് ഹീറോസിനെ കാണുന്നത് നമ്മൾ ഷെയ്ൻ ചേട്ടനുള്ള ഫസ്റ്റ് മലയാളം മൂവിയാണല്ലോ. ആ ഒരു റൊമാൻസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഷെയ്ൻ ചേട്ടനായിട്ട്? ഓഫ് സ്ക്രീനാണോ? Yeah, it's actually directed by Veera Sir. Oh, the romance. Yeah. Off screen. On screen. Sorry. So when I got to know that I was going to work with Shane, I started watching his films. And that's when I realized that I think one of his superpower on screen is playing that lover boy. And this is also my first love story actually. So I was very thrilled to take up Har in the first place, but obviously language was a big problem. But I'm here today, so you can tell that I was really interested in the script and I was really keen on working with Shane. It was it will be an understatement if I say that it was a good experience. It was more than good. I got to learn so much from him as an artist, and not just from him, from the entire team of Har. Actually, I was a part inside. I was inside the circle. I was seeing Nandu make music and even Shane discuss the scenes and come up with some improv. And that is the first time I was live in the making of a scene. And this has been a really, really beautiful learning curve for me as an artist as well. ആദ്യത്തെ ഒരു ഇൻസിഡന്റ് അല്ല. ഇതിനു മുമ്പും പല സിനിമകളിലും ഒരു പേരിന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. 2-3 പേരുകൾ മാറ്റി, കഥാപാത്രങ്ങളുടെ പേരുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോ ആരുടെയോ എന്തോ തീർപ്പവകാശം പോലെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഒരു കലാകാരന്മാരോടായാലും ശരി ആളുകളോടായാലും പെരുമാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെങ്കിലും തിരിച്ചു ഇപ്പൊ നല്ലൊരു മാറ്റം താങ്കളുടെ ചരിത്രത്തിൽ ഒരു മാർക്ക് തന്നെയായിരിക്കും സിനിമ. ഒരാൾ ഉറങ്ങുമ്പോൾ ഇനി അടുത്ത ആൾ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്. എന്റെ പോലെ പോവാൻ ഇതൊരു ധൈര്യമായിരിക്കും അവർക്ക്. നമ്മൾ അവർക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പൊ നമുക്ക് വിജയ അനുകൂലമായത്. ഇതൊരിക്കലും അവർ ചെയ്യുന്ന അവരെ തെറ്റല്ല. ഇപ്പൊ ഒരു
ക്രൈം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റുക. ഇത് അവരുടെ അധികാര പരിധി വരുന്ന അധികാരം ദുരുപയോഗം ചെയ്യല. അതിന് ഹയർ അതോറിറ്റിയാണ് ഹൈക്കോടതി. സെൻസർ ബോർഡ് ഒരു പൊതു ബോർഡാണ്. ആ ബോർഡിന്റെ അവർക്ക് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ പോകേണ്ടത് നമ്മളാണ്. അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതാണ് കോടതി. അപ്പൊ ഇത്രയും കാലം ഈ സിനിമ സെൻസർ ബോർഡിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരാൾ സാമ്പത്തികം തരാണെങ്കിൽ അതൊരു ഫയൽ ചെയ്യാൻ വേണ്ടി 138 അങ്ങനെയൊക്കെ IPCയിലും ഇപ്പോൾ BNSലും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നവരെ ഇല്ല. സെൻസർ ബോർഡിൽ നിന്ന് വന്നിട്ട് ഒരു അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഹൈക്കോടതി നൽകുക. അതിന് ഞാൻ ഫയൽ ചെയ്തു. MFA ഒരു നമ്പർ ഇട്ടിട്ട് അതിനും എന്നുള്ള റെഫറൻസ് ആണ് ഇപ്പൊ കിടക്കുന്നത്. ഇനി ഇത്രയും ബുദ്ധിമുട്ടില്ല, ഒരവസ്ഥ ഒന്നും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ നിയമപോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് അപ്പം ജെന്യൂനായിട്ടുള്ള റിവ്യൂ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് നല്ല അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞ് ഇത് ഒരു വൻ വിജയമാക്കി മാറ്റാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.